വെൽക്കം ടു മല്യൂക്യുലർ ബാഴ്സ വേഴ്സസ് ബെൻഫിക്ക സെക്കൻഡ് ലെഗ് മാച്ച്. ബാഴ്സന്റെ ഹോമിൽ വെച്ച് നടന്ന മാച്ച് 4-1 ഗംഭീര വിജയം ബാഴ്സലോണ നേടിയിട്ടുണ്ട്. 3-1 വിജയം. രണ്ട് ലെഗിലും കൂടി 4-1 വിജയമാണ് ബാഴ്സക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു സീസണിൽ നമ്മൾ ബെൻഫിക്കക്കെതിരെ ഏറ്റുമുട്ടുന്ന സമയത്ത് ഫസ്റ്റ് മാച്ചിൽ നമ്മൾ കുറച്ച് വേർത്തിട്ടാണെങ്കിലും നമ്മളൊരു കംബാക്ക് പുൾ ചെയ്തു. കഴിഞ്ഞ ഒരു ലെഗ് ആ മാച്ച് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ തന്നൊരു മാച്ചായിരുന്നു. നൈസ് മാച്ചായിരുന്നു. നമ്മൾ നല്ല രീതിക്ക് ബെൻഫിക്കനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഡിഫെൻസീവ്ലി. ഒരു റെഡ് കാർഡൊക്കെ വാങ്ങിയെങ്കിൽ പോലും ഗോൾ കൺസീഡ് ചെയ്യാതെ നമ്മൾ നിന്നു. കിട്ടിയ ചാൻസ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തു. എല്ലാ പ്ലെയേഴ്സും സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട സമയത്ത് സ്റ്റെപ്പ് അപ്പ് ചെയ്തു. ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് അത് തന്നെയായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. നമ്മുടെ ഹോമിൽ വെച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ട് വിജയിച്ച് കയറുക. അപ്പം ഫസ്റ്റ് ഹാഫിൽ നമുക്കൊരു വെടിക്കെട്ട് ഫസ്റ്റ് ഹാഫായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ച എല്ലാം തന്നു. ഗോളും തന്നു, യമാലിൻ്റെ ഡാൻസിങ്ങും തന്നു, റഫീഞ്ഞൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഗോള് കണ്ടു. അങ്ങനെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഗെയിം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തു. നല്ല മാനേജ്മെൻറ്റ് നമ്മൾ അഗെയിൻ ഫ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന് കാണുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് ലെവലിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് അറോഹോ സ്റ്റാർട്ട് ചെയ്യാണ് കുബാർസിക്ക് പകരം. മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഫ്രാങ്കി ഡിയോങ് വൺസ് അഗെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം അറോഹോനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിന് മുന്നത്തെ ലെഗിൽ ബെൻഫിക്കക്കെതിരെ ഫ്ലിക്ക് ഇറക്കിയ സെയിം 11 തന്നെയാണ് ഈ ഒരു മാച്ചിലും ഇറങ്ങിയിട്ടുള്ളത്. ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മിനിറ്റ് പൊസഷൻ നോക്കുകയാണെങ്കിലും, അറ്റാക്ക് വൈസ് നോക്കുകയാണെങ്കിലും, ഷോട്ട്സ് നോക്കുകയാണെങ്കിലും, ചാൻസ് ക്രിയേഷൻ നോക്കുകയാണെങ്കിലും, എന്ത് നോക്കുകയാണെങ്കിലും ബെൻഫിക്കനെ നമ്മൾ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്ത് കളഞ്ഞു. കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെടുത്തി കളഞ്ഞു. അതാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഗോൾ എങ്ങനെയാണ് വരുന്നത്, ഫസ്റ്റ് ഗോൾ അടിക്കുന്ന റഫീഞ്ഞാണ്. ആ ഗോളിലേക്ക് എത്തുന്ന ഒരു വഴിയുണ്ട്. ഒരു ലോങ് ബോൾ ബെൻഫിക്കൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന പ്ലെയറിലേക്ക് വരികയാണ്. ആ ബോൾ അതിമനോഹരമായിട്ട് കൂണ്ട വിൻ ചെയ്യുന്ന ബോൾ നേരെ കിട്ടുന്നത് ലമീനാണ്. ലമീന് ബോൾ ക്യാരി ചെയ്ത് വന്നിട്ട് അവരുടെ എന്താ പറയുക ലെഫ്റ്റ് ബാക്കിന് ഓപ്പോസിറ്റ് പ്ലെയർ ഉണ്ട്, എനിക്കൊന്ന് ലെഫ്റ്റ് ബാക്കാ തോന്നണം, ലെഫ്റ്റ് ബാക്ക് അല്ല, അവരുടെ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ചങ്ങായിനെ ഡ്രിബിൾ ചെയ്ത് അവിടെ വീഴ്ത്തിക്കളഞ്ഞ് ബോക്സിലേക്ക് കയറി ഒരു മനോഹരമായിട്ടുള്ള ബോൾ, അടിപൊളി ബോളാണ് അവിടെ ആ ചെങ്ങായി ആർക്ക് കൊടുക്കുന്നത്, റഫീഞ്ഞക്ക് കൊടുക്കുന്നത്. റഫീഞ്ഞൻ്റെ പെർഫെക്റ്റ് ഫിനിഷ്. അങ്ങനെ 1-0 ലീഡ് നമ്മൾ എടുക്കുകയാണ്. യമാലിൻ്റെ ഡാൻസിങ്ങും കണ്ടു, റഫീഞ്ഞൻ്റെ സൈഡിൽ നിന്നൊരു ഗോളും കണ്ടു, ഹാപ്പിയായി. ആൻഡ് 2 മിനിറ്റ് കഴിയാണ്. 11-ാം മിനിറ്റിൽ നമ്മൾ ഗോൾ അടിച്ച് 13-ാം മിനിറ്റിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിക്കുകയാണ്, ഒരു ഈക്വലൈസർ അവിടെ ബെൻഫിക്കൻ്റെ സൈഡിൽ നിന്ന് വരികയാണ്. അതെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഫിക്ക കോർണർ എടുത്തു. അവിടെ ശരിക്കും പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യാമായിരുന്നു. ആരെ? ഒട്ടമെൻഡിനെ. കൂണ്ടെ അവിടെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തില്ല. അതേപോലെ തന്നെ ഹെഡ് വരുന്നത്, ആ ഹെഡ് അവിടെ അറഹോനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലിയറൻസിനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അറഹോ അത് ചെയ്തില്ല. രണ്ടാളും അവിടെ ഭയങ്കര അണവെയറായിപ്പോയി. അങ്ങനെ ഗോൾ കൺസീഡ് ചെയ്തു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ച് ടെൻഷൻ കയറിയെന്നുണ്ടെങ്കിൽ പോലും ബാഴ്സ ടീം എൻറ്റയർലി ടോപ്പ് ലെവൽ കോൺഫിഡൻസിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അത് ഫ്രം സെസനി ടു റഫീഞ്ഞ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഈവൻ ലെവൻഡോസ്കിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ആൾ ഗോൾ അടിച്ചില്ലെങ്കിൽ പോലും ആളുടെ ലിങ്ക് അപ്പ് പ്ലേ ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ആൾ സ്കോർ ചെയ്യണം, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ അവിടുന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് എഗെയിൻ ആരാണ് ഞെട്ടിക്കുന്നത്? ലമിൻ യമാൽ തന്നെയാണ്. ഒരു ഫ്രീ കിക്ക് ഇൻസിഡൻറ്റ്. എവിടെ നിന്നാണ് ആ ഫ്രീ കിക്ക് ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്? ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, ലെഫ്റ്റ് എക്സ്ട്രീമിൽ നിന്നാണ് സംഭവിക്കുന്നത്. അവിടെ നിന്ന് അത് റഫീഞ്ഞ എടുക്കുന്നു. പക്ഷെ ആ ബോൾ ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ബോക്സ് വെച്ചിട്ട്. അങ്ങനെ ആ ബോൾ ഇങ്ങനെ പറന്ന് ഇപ്പുറത്തേക്ക് വരികയാണ്. അതായത് യമാലിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരികയാണ്. ബോൾ ഓൾമോസ്റ്റ് പോയി എന്നുള്ളൊരു സിറ്റുവേഷൻ, ലൈനിലേക്ക് എത്താൻ നിൽക്കുകയാണ്. പക്ഷേ യമാൽ അത് ഓടിപ്പോയി എടുക്കുന്നു, ബോൾ ക്യാരി ചെയ്ത് അങ്ങോട്ട് വരുന്നു. പിന്നെ അവരുടെ എന്താ പറയുക, അവരുടെ ലെഫ്റ്റ് ബാക്കായി കളിച്ചിട്ടുണ്ടായിരുന്നത് എനിക്കൊന്ന് തോമസ് അറാഹോ ആണ്. അറാഹോനെ മറികടന്നുകൊണ്ട് ബോക്സിലേക്ക് കയറുന്നു. ബോക്സിൽ നിന്ന് ഒരു സാധനം, മഴവില്ല് പോലത്തെ ഒരു ഐറ്റം ആൾ ബെൻഫിക്കൻ്റെ ഗോൾ കീപ്പറിനെ മറികടന്നിട്ട് പോസ്റ്റിലേക്ക് കയറ്റുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോളാണ്. അവിടെ ഗോൾ ആരും പ്രതീക്ഷിക്കുന്നില്ല, ഗോൾ കീപ്പറോ വാസി ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും ഏതൊരു പ്ലെയറും അവിടെ ഒരു ക്രോസിന് വേണ്ടി ശ്രമിക്കുക ചെയ്യുക. പക്ഷേ ഇവിടെ ഈ മനുഷ്യൻ ശ്രമിച്ചത് ഒരു ഗോളിന് വേണ്ടിയിട്ടാണ്. പോസ്റ്റിലേക്ക് ചെത്തിയിടാനാണ് നോക്കിയത്. അത് മനോഹരമായിട്ട് പോസ്റ്റിലേക്ക് ഇറങ്ങി. അങ്ങനെ 2-1 എന്നുള്ള നിലയിലേക്ക് നമ്മൾ ലീഡ് ഉയർത്തി. ഒരു ഗംഭീര ഗോളോടെ നമ്മൾ ലീഡ് ഉയർത്തി. എനിക്ക് തോന്നുന്നു അവിടെ റാഫീഞ്ഞയ്ക്ക് ചിലപ്പം അസിസ്റ്റും കിട്ടിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്.
പിന്നെ നമ്മൾ മൂന്നാമത്തെ ഗോളിലേക്ക് വരുന്ന സമയത്ത് അത് ആരാണ് സ്കോർ ചെയ്യുന്നത്? അതും റാഫീഞ്ഞയാണ് സ്കോർ ചെയ്യുന്നത്. ആ ഒരു ഗോളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു മനുഷ്യനുണ്ട്, അത് ബാൾഡെയാണ്. ബാൾഡെ സെൻറ്ററിൽ നിന്ന് ക്യാരി ചെയ്ത് വന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാരി ചെയ്ത് വന്നിട്ടാണ് ആ പാസ് കൊടുക്കുന്നത്. എന്നിട്ട് അത് റഫീഞ്ഞ സ്കോർ ചെയ്യാണ്. ഫസ്റ്റ് ഡിസലോ ചെയ്തെങ്കിലും പിന്നെ റിവ്യൂ നടത്തിയിട്ട് അത് ഗോൾ അലോ ചെയ്തു. അങ്ങനെ 3-1 വിജയമാണ് ബാഴ്സ നേടിയിട്ടുള്ളത്. പെർഫോമൻസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സെസനിക്ക് പിടിപ്പത് പണിയൊന്നും വന്നിട്ടില്ല. സോ നമ്മളുടെ ഡിഫൻസ് അപ്പോൾ അത്രയും നന്നായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ബാൾഡെ ടോപ്പ് നോച്ച് പെർഫോമൻസ് ഈ ഒരു സീസണിൽ ബാഴ്സ ജേഴ്സിയിൽ ബാൾഡെനെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ്, പ്രോബബ്ലി ബെസ്റ്റ് പെർഫോമൻസ് ഈ ഒരു സീസണിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഡിഫെൻസീവ്ലി ആണെങ്കിലും ഒഫൻസീവ്ലി ആണെങ്കിലും ആളുടെ പെർഫോമൻസ് ഗ്രേറ്റ് പെർഫോമൻസ് ആയിരുന്നു. ആള് എന്തൊരു എഫേർട്ട്ലെസ് ആയിട്ടാണ് ബോൾ ക്യാരി ചെയ്തിട്ട് ഓപ്പോണൻസിനെ ടേക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എത്ര സമയം നമ്മളെ കാഴ്ച കണ്ടു. അതേപോലെ തന്നെ ആ ഒരു മൂന്നാമത്തെ ഗോളിന് കൊടുത്ത അസിസ്റ്റ് ഒന്നും പറയാനില്ല, അതൊക്കെ ടോപ്പ് ക്ലാസ് അസിസ്റ്റാണ്. അടിപൊളി പെർഫോമൻസ് ആണ് ബാൾഡേൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. സീസണിൻ്റെ തുടക്കത്തിൽ ഇത്തിരി ഡിപ്പായ ബാൾഡെ ഇപ്പോൾ പീക്ക് ബാൾഡെ എന്നുള്ള ലെവലിലേക്ക് എത്തുകയാണ്. ബാൾഡേൻ്റെ പൊട്ടൻഷ്യലിനെ ശരിക്കും ഹാൻസി ഫ്ലിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അൺലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാൾഡേൻ്റെ ഇതിലും ബെറ്റർ ആയിട്ടുള്ള വേർഷൻസ് നമുക്ക് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ കാണാൻ പറ്റിയേക്കും. കാരണം അങ്ങനത്തെ ഒരു പണിയാണ് അവിടെ ഹാൻസി ഫ്ലിക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് കൂണ്ടെ ആ ഒരു ഫസ്റ്റ് ഗോളിലേക്ക് ലീഡ് ചെയ്യുന്ന മാർക്കിങ്ങിൻ്റെ പ്രശ്നം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കൂണ്ടെ ടോപ്പായിരുന്നു. കൂണ്ടേനെ കുറിച്ച് ഒരു പ്രശ്നം പറയാൻ എനിക്കില്ല. നമ്മുടെ വിങ് ബാക്സ് ടോപ്പ് ക്ലാസ് വിങ് ബാക്സ് ആണ്. എന്താ പറയുക, അടിപൊളി വിങ് ബാക്സ് ആണ് നമുക്ക് രണ്ട് സൈഡിലുള്ളത്. അവർ ടയേർഡ് ആവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരു ഇഷ്യൂ ആയിട്ട്. പിന്നെ നമ്മൾ സെൻട്രൽ ബാക്കുകളെ കുറിച്ച് നോക്കുന്ന സമയത്ത് അറോഹോ നന്നായിട്ട് കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇനിഗോ മാർട്ടിനസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. രണ്ടാളും അടിപൊളിയായിരുന്നു. പിന്നെ ഫ്രാങ്കി നമ്മൾ ഈ സീസണിൽ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ഫ്രാങ്കി. പക്ഷേ ഫ്രാങ്കി അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ ആൾ ഡിഫെൻസീവ്ലി ആൻഡ് ഒഫൻസീവ്ലി നല്ല കോൺട്രിബ്യൂഷൻ ടീമിന് കൊടുത്തിട്ടുണ്ട്. ആളുടെ പാസിങ് ആണെങ്കിലും ബോൾ ക്യാരി ചെയ്യുന്നതാണെങ്കിലും അവരുടെ ബെൻഫിക്കൻ്റെ ഇനീഷ്യൽ പ്രസ്സിനെ ബീറ്റ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം നൈസായിരുന്നു. പെഡ്രി പറയേണ്ട ആവശ്യമുണ്ടോ? ടോപ്പ് ക്ലാസ് പെർഫോമൻസ് പെഡ്രി പുറത്തെടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും ടോപ്പ് ക്ലാസ് പെർഫോമൻസ് പുറത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല. പക്ഷേ ഈ മനുഷ്യൻ എന്ത് എഫേർട്ട്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. ആളുടെ ക്യാരിങ് ബെൻഫിക്ക ഇങ്ങനെ വട്ടം ചുറ്റിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ലെഗ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത്, ഇയാൾ ബെൻഫിക്കനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പ്രസ് ചെയ്യാൻ 1-2 ആളൊക്കെ കൂടും, പക്ഷെ എന്ത് ചെയ്യും, ബോൾ കിട്ടണ്ടേ. അങ്ങനെ ബെൻഫിക്കനെ ഇങ്ങനെ എടുത്ത് ആ മനുഷ്യനെ ഇങ്ങനെ മുന്നോട്ട് പോവാ. അങ്ങനെ എന്താ പറയുക, അതാണ് പെഡ്രിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഓൾമോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾമോയും ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ഡെലിവർ ചെയ്തിട്ടുള്ളത്. പിന്നെ മിഡിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഫെർമിൻ ലോപ്പസ് ഒക്കെ വന്നിട്ടുണ്ട്. ഫെർമിൻ നല്ല കളിയായിരുന്നു. ഗാവി വന്നിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ ടോട്ടലി കെസാഡോ വന്നിട്ടുണ്ട്. കെസാഡോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, റെനാട്ടോ സാഞ്ചസ് ഒക്കെ വന്നപ്പോഴാണ് നമുക്ക് കുറച്ച് തലവേദന നമ്മുടെ ഡിഫൻസിനും മിഡ്ഫീൽഡിനും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള സമയം നമ്മൾ സൂപ്പർ കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ റെനാട്ടോ സാഞ്ചസിനെ പോലും നമ്മൾ നന്നായിട്ട് മാനേജ് ചെയ്തിട്ടു. ഫൈനൽ തേർഡിലേക്ക് എത്തുന്ന സമയത്ത് ലെവ നിരാശപ്പെടുത്തി കളഞ്ഞു. ലെവൻ്റെ ഒരു ഗോള് വേണമായിരുന്നു. സോ ലെവയ്ക്ക് 2 ചാൻസ് കിട്ടിയിട്ടുണ്ട്, 2 നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലെവ അത് സ്കോർ ചെയ്തിട്ടില്ല. സോ ലെവ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. ആളുടെ ലിങ്കപ്പ് പ്ലേ, ആൾ ഡീപ്പിലേക്ക് വന്നിട്ട് അവിടെ സ്പേസ് റഫിഞ്ഞൊക്കെ ഒരുക്കി കൊടുക്കുന്നു, അതൊക്കെ ഓക്കെ. പക്ഷേ ആൾ സ്ട്രൈക്കറാണ്. സോ അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും കൂടി ഗെയിമിൽ ആളുടെ സൈഡിൽ നിന്ന് വരണം. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ പറയുക, റഫീഞ്ഞ ഈ ഒരു സീസണിൽ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു സീസണിൽ ടോട്ടലി 43 ഗോൾ കോൺട്രിബ്യൂഷൻ ആൾ 40 കളിയിൽ നിന്ന് നൽകിക്കഴിഞ്ഞു. നിലവിൽ UCL നോക്കുകയാണെങ്കിൽ UCL ഏറ്റവും ഇൻഫോമിൽ നിൽക്കുന്ന പ്ലെയർ, ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഉള്ള പ്ലെയർ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഗോള് ക്യൂറാസി ആണോ എന്ന് സംശയമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അസിസ്റ്റും ടോട്ടൽ ഗോൾ കോൺട്രിബ്യൂഷനൊക്കെ നോക്കുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്നത് റഫീഞ്ഞയാണ്. സോ റഫീഞ്ഞൻ്റെ കരിയർ ബെസ്റ്റ് സീസണാണ് മുന്നോട്ട് പോകുന്നത്. ബാലൻഡോർ റേസിൽ റഫീഞ്ഞ ഉണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പിന്നെ യമാൽ തകർത്താടി, അല്ലാണ്ടൊന്നും പറയാനില്ല. 17 വയസ്സുള്ള ചെക്കൻ ബെൻഫിക്കനെ വെള്ളം കുടിപ്പിച്ച് എന്താ പറയുക, ബെൻഫിക്കനെ അടിച്ച് പരത്തി എന്ന് പറയാം യമാൽ. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഒരു മാൻ ഓഫ് ദി മാച്ചിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് യമാലോ റഫീഞ്ഞെ ഇനി പെഡ്രിക്ക് കൊടുക്കണം, എനിക്ക് സംശയമാണ്. നിങ്ങളെന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. വേൾഡ് ക്ലാസ് പെർഫോമൻസ് ബാഴ്സ പുറത്തെടുത്തു, ഡിസേർവിങ് ആയിട്ടുള്ള വിന്ന്. നമ്മളിനിയിപ്പം അടുത്ത റൗണ്ടിലേക്ക് പോവാണ്.
അവിടെ ലില്ലെ ഓർ ബൊറൂഷ്യയാണ് നേരിടാൻ പോകുന്നത്. രണ്ടിലാര് വന്നു കഴിഞ്ഞാലും അടിച്ചിടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് സെമി ഫൈനൽ വരെ എത്താൻ പറ്റും. എന്തായാലും സെമിയിലായിരിക്കും നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോൾ ഇൻ്ററിനൊക്കെ കിട്ടാൻ വേണ്ടി പോകുന്നത്. എനിവേ ഇൻ്റർ ഓർ ബയേൺ, എനിവേ കാത്തിരുന്ന് കാണേണ്ട ഒരു പൂരാണത്. സോ അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. മല്ലിക്കുള്ള സൈനിങ് ഓഫ്.